റെവിറ്റ് MEP മലയാളം ട്യൂട്ടോറിയലിന്റെ 82ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയുടെ നോക്കാൻ പോണ ഫാമിലീസിനെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യുന്നത് അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഫാമിലി ക്രിയേഷൻ നമുക്ക് ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ ഒന്നിലധികമോ വീഡിയോസിലായിട്ട് നമുക്ക് ഫാമിലി ക്രിയേഷൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഓക്കെ, നമുക്കൊരു ഫാമിലി ക്രിയേഷൻ ചെയ്യുന്നതിന് മുന്നേറ്റ് ഫാമിലി എന്താണെന്നുള്ള ആദ്യം മനസ്സിലാക്കണം. ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രൊജക്റ്റിനകത്ത് 3 ടൈപ്പ് ഫാമിലീസ് ഉണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് സിസ്റ്റം ഫാമിലിയാണ്. ഇപ്പം ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ടോപ്പ് സർഫസ് മുതൽ റൂഫ് വരെയുള്ള എന്തൊരു കാര്യത്തിന് നമുക്ക് ഫാമിലി എന്ന് പറയാം. അതിൽ തന്നെ സിസ്റ്റം ഫാമിലി എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. സിസ്റ്റം ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫാമിലീസിനെയാണ് സിസ്റ്റം ഫാമിലി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ റിവിറ്റിനുള്ളിൽ ഇപ്പോൾ ഈ വോളിൽ നമുക്ക് കസ്റ്റം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ ഇവിടെ റിവിറ്റ് പറയുന്നുണ്ട് നമുക്കൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സൈസ് അല്ലെങ്കിൽ ഒരു തിക്നെസ് കൊടുക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ കൊടുക്കാനായിട്ടൊക്കെ സാധിക്കും. പക്ഷേ നമുക്കിത് കസ്റ്റമായിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് ഒരു വോൾ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഫാമിലീസിനെയാണ് സിസ്റ്റം ഫാമിലി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ഒരു ഫാമിലിയാണ് ഇൻ പ്ലേസ് ഫാമിലി. ഇൻ പ്ലേസ് ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസർ ഡിഫൈൻ ആണ്. എങ്കിലും നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിനുള്ളിൽ വന്നിട്ടായിരിക്കും ഇൻ പ്ലേസ് ഫാമിലി ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ക്രിയേറ്റ് ചെയ്യണം നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിലേക്ക് ആവശ്യമായ രീതിക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ് ഇൻ പ്ലേസ് ഫാമിലി എന്ന് പറയാം. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പ്രൊജക്റ്റിലേക്ക് അത് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ഇവിടെ നമുക്ക് കോപ്പി ചെയ്ത് ഇപ്പോൾ ഇവിടെ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നു, ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് വേറൊരു പ്രൊജക്റ്റിലേക്ക് അത് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല. അതാണ് അങ്ങനത്തെ ടൈപ്പ് ഫാമിലിയാണ് ഇൻ പ്ലേസ് ഫാമിലി എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു ടൈപ്പ് ഫാമിലി ഉണ്ട്, അതാണ് ലോഡബിൾ ടൈപ്പ് ഫാമിലി. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഞാനിപ്പം ഇവിടെ ഡോർ എടുത്തതിന് ശേഷം എനിക്ക് ഇവിടെ ലോഡ് ഫാമിലി പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് ഡോർ വേണമെങ്കിൽ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം അതിവിടെ കൊണ്ടുവന്ന് നമുക്ക് പ്ലേസ് ചെയ്യാനും സാധിക്കും. ഇതുപോലെ പ്ലേസ് ചെയ്തിട്ട് ഇത് യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇതിൻ്റെ സൈസും അതുപോലെ തന്നെ മെറ്റീരിയൽ എല്ലാം മാറ്റി കൊടുക്കാനും ഒക്കെ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം ടൈപ്പ് ഫാമിലീസിനെ പറയുന്നതാണ് ലോഡബിൾ ഫാമിലി. അപ്പോൾ നമുക്ക് 3 ടൈപ്പ് ഫാമിലീസാണ് റിവിറ്റിനുള്ളിൽ വരുന്നത്. അപ്പോൾ അതിൽ 2 കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിയാം. ഏതൊക്കെയാണ്? ഒന്ന് സിസ്റ്റം ഫാമിലിയും മറ്റൊന്നെന്ന് പറയുന്നത് ലോഡബിൾ ഫാമിലിയും. ഇതിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻ പ്ലേസ് ഫാമിലീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇൻ പ്ലേസ് ഫാമിലിയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ തുടർന്ന് വരുന്ന വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു ഇൻ പ്ലേസ് ഫാമിലി ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരെ ഇവിടെ കമ്പോണൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഇത് ഓപ്പൺ ചെയ്യണം. ഇത് ഓപ്പൺ ചെയ്യപ്പെടും മോഡൽ ഇൻ പ്ലേസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഇത് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് കാറ്റഗറി വരും. കാറ്റഗറി എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫാമിലി ആണെന്നുള്ള ചോദിക്കുന്നത്. ഇപ്പോൾ എനിക്കൊരു ടേബിളാണ് വരയ്ക്കേണ്ടെങ്കിൽ ഞാൻ ഫർണിച്ചർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നതാണ് എടുക്കേണ്ടത്. അതിൽ ഇനി മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ ഇവിടെ മെക്കാനിക്കൽ ഇക്വിപ്മെൻറ്റ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് ഓപ്പൺ ചെയ്യാനുണ്ട്. അല്ല ഇനി ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ ഇക്വിപ്മെൻറ്റ്സ് എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട്. ആ ഒരു കാറ്റഗറിയിൽ അതായത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫാമിലി ഏത് കാറ്റഗറിയിൽ ആണ് വരേണ്ടതെന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പം അതല്ല, ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊരു കാറ്റഗറി ഇല്ല എങ്കിൽ ഇവിടെ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ജനറിക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ജനറിക് മോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ജനറിക് മോഡൽസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാറ്റഗറി ഇല്ല, നമുക്കൊരു ജനറലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യാം എന്നുള്ളതാണ് മീൻ ചെയ്തത്. ഇവിടെ ഫിൽട്ടർ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊന്നുണ്ട്. ആർക്കിടെക്ചറിനകത്താണോ, അത് സ്ട്രക്ചറാണോ, അത് മെക്കാനിക്കലാണോ, ഏതിനകത്താണ് നമുക്കിത് വരയ്ക്കേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഇലക്ട്രിക്കലാണ് സെലക്ട് ചെയ്യുന്നത് വെച്ചോ. ഇലക്ട്രിക്കൽ മാത്രമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ കാറ്റഗറീസും ഇവിടെ ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഫർണിച്ചർ കാറ്റഗറിയിൽ പെടുന്നൊരു ഫാമിലിയാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഫർണിച്ചർ എടുത്തു. അതിനുശേഷം ഞാനിവിടെ ഓക്കെ എടുത്തപ്പോൾ ഒരു പേര് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഫർണിച്ചർ 1 എന്ന് തന്നെ ഇത് ഡിഫോൾട്ടായിട്ട് വന്നൊരു നെയിമാണ്. ഈ ഒരു നെയിം തന്നെയാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റിൽ നിലവിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്നാക്ടിവേറ്റ് ആവും. അതുപോലെ തന്നെ ടൂൾസുകളെല്ലാം മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഫാമിലി ക്രിയേഷനിൽ ആദ്യത്തെ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം.